أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. ബഹുവന്യരായ സയ്യിദ് ഹാഷിം ഹദ്ദാദ് തങ്ങൾ, സയ്യിദ് ഉമർ ഹുസൈൻ സഖാഫ് തങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഖാദി അബ്ദുൽ അസീസ് മൗലവി, വേദിയിൽ ഉപവിഷ്ടരായ പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരങ്ങൾ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സാർത്ഥവത്തായ ഉദ്ഘാടന പ്രസംഗം ഹാഷിം തങ്ങളുടെ ഉത്ബോധന പ്രസംഗം, ഇതിലൂടെയൊക്കെ ബഹുമാനപ്പെട്ട മർഹൂം അബ്ദുള്ള കുട്ടി ഹാജിയുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിയെത്തുകയുണ്ടായി. അദ്ദേഹം ഓർക്കപ്പെടുന്നത്, അദ്ദേഹം ഇന്നും സ്മരിക്കപ്പെടുന്നത് അദ്ദേഹം ചെയ്ത ത്യാഗത്തിന്റെയും ആത്മാർത്ഥമായ സേവനത്തിന്റെയും പിൻബലത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തില് നമുക്ക് ദൃഷ്ടാന്തങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവന്റെ സൃഷ്ടിപ്പിൽ, അവന്റെ സംവിധാനങ്ങളിൽ ഇതൊക്കെ നമ്മൾ കാണുന്നു. ആരെയും ആകർഷിക്കുന്ന റോസാപ്പൂ, ഈ റോസാപുഷ്പം നിലകൊള്ളുന്നത് ആരും പേടിക്കുന്ന, അല്ലെങ്കിൽ ആരെയും ആകർഷിക്കാത്ത മുള്ളുകൾക്കിടയിലാണ്. ഒരു റോസാപുഷ്പം കിട്ടണമെങ്കിൽ, അത് നമ്മുടെ കൈപ്പിടിയിൽ എത്തണമെങ്കിൽ ആ മുള്ളുകൾക്കിടയിൽ നിന്ന് വേണം നാം അത് മുള്ളിയെടുക്കാൻ. ഇതൊരു ഫൽസഫയാണ്, ഇതൊരു തത്വശാസ്ത്രമാണ്. ഔന്നത്യവും മഹത്വവും കരസ്ഥമാവണമെങ്കിൽ കുറച്ചൊക്കെ ത്യാഗം, കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വേണം എന്ന ഒരു ദാർശനികമായ പാഠം അതിനകത്ത്. ഇത് നമ്മുടെ ജീവിതത്തിലും കാണുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഇപ്പോ ഹാഷിം തങ്ങളും മുനവ്വർ തങ്ങളൊക്കെ സൂചിപ്പിച്ച ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരിട്ടപ്പോ ഒരുപാട് കഷ്ടപ്പാടുകൾ നബി അനുഭവിച്ചു. ഈ കഷ്ടപ്പാടുകൾ അനുഭവിച്ചപ്പോൾ മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ ഈ കഷ്ടപ്പാടിനെ പറ്റി എന്താണ് ഉപ്പ ഇങ്ങനെ, എന്താണ് വാപ്പ ഇങ്ങനെ? അപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകൾക്ക് കൊടുത്ത മറുപടി, മോളെ, ഇതിനേക്കാൾ കൂടുതൽ സഹിച്ചവരാണ്, ഇതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചവരാണ് ഉലുൽ അസ്മകളായ പ്രവാചകന്മാർ. എന്റെ മുൻഗാമികളായ മൂസയും ഈസയും ഇബ്രാഹിമും മറ്റും അലൈഹിമുസ്സലാം ഇതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചവരാണ്. അവരോടൊപ്പം എത്തണമെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവരോടൊപ്പം എത്തരല്ല, അവരെക്കാൾ മുന്നിലെത്തണം. എത്തണമെങ്കിൽ അവർ സഹിച്ചതിനേക്കാൾ കൂടുതൽ ഞാൻ സഹിക്കണം. ഇതായിരുന്നു തങ്ങൾ നൽകിയ ഗുണപാഠം. വാസ്തവത്തില് ഖാദിയുടെ ജീവിതത്തിൽ നമ്മൾ ഇതൊക്കെയാണ് കാണുന്നത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഖാദിയാര് ഒരു തങ്ങളായി പോയില്ലല്ലോ. ഖാദിക്ക് ഞാൻ കാണുന്ന ഒരു ന്യൂനത ഏത്, അദ്ദേഹം ഒരു തങ്ങളായി ജനിച്ചില്ല. അദ്ദേഹം ഒരു തങ്ങളായിരുന്നുവെങ്കിൽ
ഖാദി അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളായിരുന്നുവെങ്കിൽ ആ വംശത്തിന് തന്നെ അത് അഭിമാനമായി. കാരണം മുൻഗാമികളായ തങ്ങന്മാരുടെ ജീവിതത്തില് നമ്മൾ ഇതുപോലുള്ള ഒരു പാഠങ്ങളാണ് കാണുന്നത്. ജനങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂർ ജീവിക്കുന്നത്. ഈ ജനങ്ങളുടെ ശരിക്കുള്ള ഹാദി. അതോടൊപ്പം ഖാദിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗുണപാഠം ബഹുമാനം എന്നുള്ളതാണ്. ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുന്നതിൽ ബഹുമാനപ്പെട്ട ഖാദി ഒരു പിശുക്കും കാണിച്ചിട്ടില്ല. മശായിഖന്മാരാവട്ടെ അല്ലെങ്കിൽ അഹ്ലുൽ ബൈത്താവട്ടെ, അവരെ ഏതറ്റം വരെയും ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും ഖാദി തയ്യാറായി. ഇതാണ് വാസ്തവത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ചരിത്രം. നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഈ സെറ്റപ്പ് എന്താണ് നമ്മുടെ ഇസ്ലാമിന്റെ സെറ്റപ്പ്. കേരളത്തിൽ, ഇന്ത്യയിൽ വിശേഷിച്ചും കേരളത്തിൽ ഖുർആൻ ഓതാൻ അറിയാത്തവർ 100 മുസ്ലിങ്ങളെ എടുത്താൽ മലബാറിൽ 97 മുസ്ലിങ്ങളും ഖുർആൻ ഓതാൻ അറിയുന്നവരാണ്. 97 മുസ്ലിങ്ങളും. മലബാറിൽ, കേരളം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഒരു 100 മുസ്ലിങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് റഷീദ് സാഹിബൊക്കെയാണ് പറയേണ്ടത്. കാരണം ഇൻഫർമേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവരവരാണ്. കേരളത്തിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 100 മുസ്ലിങ്ങളെ എടുത്താൽ 65 റഷീദ് സാഹിബ് ഒരു 65 മുസ്ലിങ്ങൾക്കും ഖുർആൻ ഓതാൻ അറിയുമല്ലോ. 100 മുസ്ലിങ്ങൾ എടുത്താൽ ശരാശരി ആവറേജ് ചെയ്യും. ഞാനൊരിക്കലും ഡൽഹിയിൽ പോയപ്പോ നമ്മുടെ മുൻ രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് സാഹിബ് നിർമ്മിച്ചൊരു പള്ളി, ആ പള്ളിയിൽ എങ്ങനെ കയറി ഒരു ളുഹറിന്റെ സമയമാണ്, നിസ്കരിക്കണം, നല്ലൊരു ചൂട് കാലം. അപ്പൊ ഇങ്ങനെ ഏതായാലും ശരീരത്തിൽ ഒതു കൊടുത്താലും തണുപ്പിനൊക്കെ നല്ലതാണ്. നിസ്കരിക്കുമ്പോൾ പല ആവശ്യങ്ങളുണ്ട്. ആ സമയത്തൊന്ന് ഒതുകൊടുത്ത് നിസ്കരിച്ചാൽ നിസ്കാരം ഏതായാലും പുറത്താണ്, അതും ചെയ്യണം. ആ സമയത്ത് ശരീരം ഒന്ന് തണുപ്പിക്കേണ്ടുന്ന സമയം. അങ്ങനെ അവിടെ കയറി ഒന്ന് ഒതുകൊടുത്ത് നിസ്കരിച്ച് പിന്നെയും നല്ല ചൂടായപ്പോ കുറച്ച് നല്ലൊരു മുസഹഫ് കണ്ട പള്ളി. മറ്റേതിന്റെ അകത്ത് നല്ലൊരു മുസഹഫ്. അങ്ങനെ ആ മുസഹഫ് കണ്ടപ്പോ ഞാനത് എടുത്തിട്ട് ഖുർആൻ കുറച്ച് സമയം പള്ളിയിലാണ്, എഴുത്തിക്കാഫാണ്, ഖുർആനും കൂടി ഓതുന്നത് നല്ലൊരു ഇബാദത്താണ്. അങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരാള് ആരാന്നറിഞ്ഞു, അവിടെ ഒരു ഡൽഹിക്കാരൻ. അപ്പൊ ഞാനിങ്ങനെ ഖുർആൻ ഓതുന്നത് കണ്ടപ്പോ അയാൾ എന്നോട് ചോദിച്ചു, ആ ഖുർആൻ ഖുർആൻ അറിയോ, ഖുർആൻ ഓതാൻ കിട്ടുമോ എന്നുള്ള അർത്ഥം. ബിൽകുൽ മൈ ജാനതാ ഹൂം, ഖുർആൻ അച്ഛി തറ ജാനതാ ഹൂം. എനിക്ക് നന്നായിട്ട് ഓതാൻ അറിയാം. ഖുർആൻ ഓതാനൊക്കെ വളരെ 7 വയസ്സുള്ള സമയത്ത് തന്നെ പഠിച്ചു. 4-ാം വയസ്സിൽ തന്നെ ബാപ്പ വീട്ടിൽ നിന്ന് ട്യൂഷൻ വെച്ചൊക്കെ ഉസ്താദിനെ വിളിച്ച് പഠിപ്പിച്ചു. സാധാരണ കുട്ടികൾ പഠിക്കുന്നതിനേക്കാളും ഒരു 1.5 കൊല്ലം മുൻപ് തന്നെ ഖുർആനൊക്കെ വെളുപ്പായിട്ട് ഓതാനൊക്കെ ബാപ്പ പ്രത്യേകം പഠിപ്പിച്ചു. അപ്പൊ ഇത് കണ്ടപ്പോ അയാൾക്ക് വലിയൊരു അത്ഭുതം. ഏത് ഖുർആൻ ഓതാൻ അറിയാന്ന് പറഞ്ഞപ്പോ ഏതോ വലിയ ഒരു ഔലിയാനെ കണ്ട മാതിരി. അങ്ങനെ ഞാൻ കുറെ മൂപ്പരായിട്ട് സംസാരിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്കൊന്നും ഒരു ഖുർആൻ ഓതാനൊന്നും വലിയ പിടിപാടൊന്നുമില്ല. മനസ്സിലായില്ല. ആ സമൂഹത്തിന്റെ സൊസൈറ്റിയുടെ പൾസാണ് ഞാൻ അതിലൂടെ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത്, കേരളത്തിൽ അൽഹംദുലില്ലാഹ് ഇത്തരം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. നല്ല ഒരു സെറ്റപ്പ് നമ്മൾ കാണുന്നു. ഇതിന് മുഖ്യമായും നമ്മൾ കടപ്പെട്ടിട്ടുള്ളത് പൊന്നാനി മഖ്ദൂമന്മാരൊന്ന്, അതൊരു ഭാഗം. അതോടൊപ്പം ഇത്രയും നല്ലൊരു സിസ്റ്റമാറ്റിക് ആയ ഇസ്ലാം ഇന്ത്യ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവിഭക്ത ഇന്ത്യ, പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന മുൻപുണ്ടായിരുന്ന ഇന്ത്യ, ഹിന്ദു എന്ന് പറയുന്നു. ഈ പുറത്ത് അകന്ന് അവിടെ ദൂരെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് കുറച്ച് അടുത്തേക്ക് ഇരിക്കണം. അവിടെ കസാര ഒഴിഞ്ഞു കിടക്കുന്നത്. നിങ്ങളൊക്കെ ഒന്ന് ഇങ്ങോട്ടിരുന്നാൽ ദ്വാകളും മറ്റൊക്കെ നടക്കും. അതിൽ ഉൾപ്പെടാനും അതിൽ പങ്കെടുക്കാനൊക്കെ വളരെ നല്ലതാണ്. കസാര കുറെ ഒഴിഞ്ഞു കിടക്കുന്നത്. ഇങ്ങോട്ട് വരും. സദസ്സിനും തന്നെ അതൊരു മൊഞ്ചാണ്. അവരൊക്കെ ഒന്നുള്ളൂ, പുറത്തുള്ളവരൊക്കെ. അപ്പൊ ഇന്ത്യയിൽ ഈ ഇസ്ലാമിക മുന്നേറ്റത്തിന് കാര്യമായും
സേവനങ്ങൾ അർപ്പിച്ചത് അജ്മീർ ഖാജ മുഈനുദ്ദീൻ ചിശ്തിയും അവിടുത്തെ ശിഷ്യ പരമ്പരയുമാണ്. അജ്മീർ ഖാജ ഇന്ത്യയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് നാം കാണുന്ന ഈ സെറ്റപ്പ് ഇന്ത്യയിൽ കാണുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ആ സ്ഥാനപ്പേര് തന്നെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ സുൽത്താൻ എന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. അജ്മീർ ഖാജ തുടങ്ങി വെച്ച ആ ആത്മീയ വിപ്ലവം, അദ്ദേഹം തിരികൊളുത്തിവിട്ട ആ കൊടുങ്കാറ്റാണ് ഇന്നും ഇവിടെ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തകർക്കാൻ ആർക്കും കഴിയില്ല. നേരത്തെ ഹാഷിം തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ആയുധം കൊണ്ടോ ബലാത്കാരമായിട്ടോ ഒന്നുമല്ല, അവരുടെ വ്യക്തി ജീവിതത്തിലെ ശുദ്ധി അതങ്ങ് കാണിച്ചു കൊടുത്തപ്പോ ഓരോ വക്തിനും ആയിരക്കണക്കിന് അമുസ്ലിങ്ങളാണ് ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരുന്നത്. വ്യക്തി ജീവിതം കണ്ടിട്ട് അവര് തന്നെയായിരുന്നു, അവരുടെ ജീവിതം തന്നെയായിരുന്നു അവരുടെ സന്ദേശം. ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ അത് ഗ്രന്ഥങ്ങളിലും പ്രമാണങ്ങളിലും വാർവലകളിലും കാണിച്ചു കൊടുക്കാതെ ഇസ്ലാം എന്താണെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തിയെ ചൂണ്ടി ഇതാ ഇദ്ദേഹത്തിന്റെ ജീവിതമാണ് ഇസ്ലാം എന്ന് പറയാൻ കഴിയും. അവരൊക്കെ അതിനെ പറ്റി അതിന്റെ മാതൃകകളാണ്. ഈ അജ്മീർ ഖാജ ചരിത്രമാണ് അവരുടെ. ഞാൻ പറഞ്ഞു വരുന്നത് കാളിയാരുടെ ജീവിതത്തിൽ സൂക്ഷിച്ച, ജീവിതത്തിൽ അദ്ദേഹം സൂക്ഷിച്ചു പോന്ന ചില സ്വഭാവങ്ങൾ, അത് വളരെ സുന്നത്താണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ ഹാഷിം തങ്ങൾ പറഞ്ഞത് മാതിരി സുന്നത്ത് രണ്ട് രൂപത്തിൽ, സുന്നത്ത് ഇബാദിയ്യ, സുന്നത്ത് ആദിയ്യ. അങ്ങനെ രണ്ട് രൂപത്തിൽ സുന്നത്ത് ആദിയ്യയും സുന്നത്ത് ഇബാദിയ്യയും. സുന്നത്ത് ആദിയ്യ എന്ന് പറഞ്ഞാല് വ്യക്തി ജീവിതത്തിൽ നമ്മളിങ്ങനെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്ന കാര്യങ്ങൾ. ഇത് സുന്നത്ത് ആദിയ്യ എന്ന് പറഞ്ഞാൽ റെഗുലറായ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണുന്നു. സുന്നത്ത് ഇബാദിയ്യ എന്ന് പറഞ്ഞാൽ ഇബാദത്തിൽ തങ്ങൾ കാണിച്ചിരുന്ന ആ സുന്നത്തുകൾ. ഇങ്ങനെയാണ് സുന്നത്ത് രണ്ട്. അപ്പൊ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദിയ്യായ സുന്നത്തിൽപ്പെട്ടതായിട്ട് ഏത് മനുഷ്യപ്പറ്റ്, ഒറ്റ വാക്കിൽ മനുഷ്യപ്പറ്റ് എല്ലാ മതവും മനുഷ്യപ്പറ്റ്. വിശന്ന് വരുന്നവനോട് ഗാന്ധി, മഹാത്മാഗാന്ധി പറഞ്ഞല്ലോ, വിശന്നവന്റെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെടേണ്ടത് ഭക്ഷണ രൂപത്തിലാണ്. ഇത് തങ്ങൾ കാണിച്ചു കൊടുത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുന്ന, ഈദ്ഗാഹിൽ കാത്തിരിക്കുന്ന സ്വഹാബികൾ, ഈദ് നിസ്കാരത്തിന് വേണ്ടിയിട്ട് നബിയെ കാത്തിങ്ങനെ സ്വഹാബത്തിരിക്കുക. അപ്പൊ തങ്ങളും തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഈദ്ഗാഹിലേക്ക് തിരക്കിട്ട് പുറപ്പെടും. കുളിച്ചു പിടിച്ച് വസ്ത്രവും അത്തറൊക്കെ പൂശിയിട്ട് തങ്ങൾ പോകുമ്പോ, തിരക്കിട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു വഴിയിൽ വെച്ച് കരയുന്നത് കാണും.